രാവിലെ നല്ല മനസ്സ് നിറഞ്ഞ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതെല്ലാവർക്കും വലിയ സന്തോഷമുള്ള കാര്യമാണല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റും നല്ല ഫുഡൊക്കെ കഴിക്കാം. അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കുകയാണ്. തലേ ദിവസം ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെ നമുക്ക് എളുപ്പമായിരിക്കും അല്ലേ. ഇഡ്ഡലിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പൊടിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു 10 കാശ്മീരി മുളകും ഒരു 8-9 വറ്റൽ മുളകും കൂടി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പ് ഉഴുന്നുപരിപ്പും ഒരു 1/4 കപ്പ് കടലപ്പരിപ്പും 1 ടേബിൾ സ്പൂൺ അരിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 10 കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി കളറ് മാറി വരുന്നത് വരെ, നല്ലൊരു മണം വരുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. റോസ്റ്റ് ചെയ്ത ശേഷം അത് പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനൊപ്പം നമുക്ക് കായത്തിൻ്റെ കട്ടിക്കായാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ചട്ടിയിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ വറുത്തെടുത്തിട്ടുള്ള പരിപ്പിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല പോലെ റോസ്റ്റായി വന്നിട്ടുണ്ട്. അതും കൂടി നമ്മുടെ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ചൂടാറിയ ശേഷം നല്ല ഉണങ്ങിയൊരു ജാറിലേക്ക് ആദ്യം മുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ പരിപ്പുകൾ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം കായപ്പൊടി 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും ഒക്കെ സൂപ്പർ കോമ്പിനേഷനാണ്, എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കാം. ഇനിയിപ്പോൾ ഇതാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുള്ള ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. തട്ടിഡലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വീശപ്പത്തിൻ്റെ ആ ഒരു തട്ടാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു വാഴയില വട്ടത്തിൽ മുറിച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 3 തട്ടിലും ഞാൻ മാവ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിത് പുറത്തെടുക്കാം. ഒന്ന് തണുത്ത ശേഷം നമുക്ക് വാഴയില മാറ്റി കൊടുക്കാം. എപ്പോഴും വിചാരിക്കും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കാനായിട്ട്. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ആദ്യം നമ്മൾ ഈ ഇഡ്ഡലിപ്പൊടി ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.